ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അട ഉണ്ടാക്കിയാലോ? സേമിയവും വെച്ചിട്ട് കണ്ടോ, ഈ സേമിയം വെച്ചിട്ട് സേമിയം കണ്ട സേമിയവും പഴവും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു അട ഉണ്ടാക്കിയാലോ? ഈ സേമിയം അട ഉണ്ടാക്കാൻ എന്താ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയട്ടെ. ആദ്യം തന്നെ പഴം വേണം. നിങ്ങളുടെ വീട്ടിൽ ഇത് റോബസ്റ്റ പഴം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം എടുത്തോ. എൻ്റെ വീട്ടിൽ റോബസ്റ്റ് പഴം ഉള്ളൂ, അപ്പം ഞാൻ റോബസ്റ്റ് പഴം എടുക്കാണ്. അത് ശർക്കര, നെയ്യ്, സേമിയം, കാഷ്നട്ട്, മുന്തിരി, തേങ്ങ, ഏലക്ക, ജീരകം, ഇത്രയും സാധനം വെച്ചിട്ട് ഞാനൊന്ന് അടയുണ്ടാക്കാം. വെള്ളം കൂടി വേണം കേട്ടോ, തിളപ്പിച്ച വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലൊഴിച്ച് കൊടുക്കണം. ഓക്കെ, തിളപ്പിച്ച വെള്ളം എടുക്കണം കേട്ടോ, പച്ചവെള്ളമല്ല, തിളപ്പിച്ച വെള്ളം. കണ്ട, എല്ലാം ഉണ്ട്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, നെയ്യുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ട് ഒരട ഉണ്ടാക്കാം. നമ്മൾ പാനിലേക്ക് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്നട്ടും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നെയ്യൊന്ന് റെഡിയായി വരട്ടെ. നമുക്കതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാഷ്നട്ടും മുന്തിരിയും വറുത്തെടുക്കാം. കണ്ടോ, കാഷ്നട്ടും മുന്തിരി ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് വറുത്ത് പോരാം. ഇത് പാകമായി കഴിയുമ്പോൾ അതൊന്ന് വറുത്ത് പോരാം. പഴം ഇട്ട് കൊടുത്ത് നെയ്യിൽ വറുത്ത് വരാം കേട്ടോ. പഴം ആദ്യം തന്നെ നെയ്യിലിട്ട് വറുത്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഇട്ടോ കേട്ടോ. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിരുന്നത്. എൻ്റെ വീട്ടിൽ റോബസ്റ്റേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴം എടുക്കും. ഏത്തപ്പഴം എടുക്കാം, ഞാലിപ്പൂവിന് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുത്തോ കേട്ടോ. ഈ പഴം തന്നെ വേണമെന്നൊന്നുമില്ല. റോബസ്റ്റ പഴമാണെങ്കിൽ നല്ലതാണ്, ഒത്തിരി മധുരമൊന്നും വരില്ല. ഏത്തപ്പഴമൊക്കെ ആവുമ്പോൾ നല്ല മധുരമൊക്കെ വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള പഴം എടുക്കുക. ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ടാട്ടോ വറുത്തെടുക്കണേ. ഓക്കെ, തേങ്ങ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് വറുക്കാം കേട്ടോ. തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ അതുപോലെ പതുക്കെ ഒന്ന് വറുത്ത് വരുമ്പോൾ അതും കോരി വെക്കണം. ഓക്കെ, അപ്പോൾ വറുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അതും മാറ്റി വയ്ക്കാം. നമുക്കിനി സേമിയം വറക്കാം. കണ്ടോ, സേമിയം വറുത്തിട്ടുണ്ട്. സേമിയം നല്ലതുപോലെ ചുമക്ക വറക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം പോവാൻ സേമിയം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് സേമിയത്തിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം സേമിയം വേവാൻ. സേമിയം വെന്ത് വരട്ടെ കേട്ടോ. സേമിയം വേവാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ്. സേമിയ ഏകദേശം വെന്തിട്ടുണ്ട്.
ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പറയട്ടെ. നമ്മൾ വറുത്ത് വെച്ച പഴം ഇട്ട് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ചില്ലേ, ആ പഴം ഇട്ട് കൊടുക്കണം. നമ്മൾ നെയ്യിൽ വറുത്ത ആ പഴം സേമിയത്തിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കാഷ്നട്ട്, മുന്തിരി എല്ലാം നമ്മൾ വറുത്തത് അതും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അതും ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി എടുക്കണം. കിടന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് മധുരമില്ലേ, ആ മധുരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ഇതെടുക്കാം, ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ശർക്കര ഇട്ട് കൊടുത്തതുപോലെ നിങ്ങൾ അതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുത്തായാലും ഉണ്ടാക്കാം. ഇനി നമുക്ക് വാഴയിലേക്ക് പരത്തി കൊടുക്കാം. നമ്മളുണ്ടല്ലോ, ജീരകവും ഏലക്കായും പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇതിനാവശ്യമാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രൈയെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. വാഴയില എടുത്തുകൊണ്ടുവന്ന് ആ വാഴയിലേക്ക് പരത്തി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതില്ലേ, അത് വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കണം. പരത്തി വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കണം. അട ഉണ്ടാക്കണം. വാഴയിലയിൽ വെച്ച് പരത്തി കൊടുക്കണം. നമുക്കങ്ങനെ വാഴയിലയിൽ വെച്ച് നമുക്കുണ്ടാക്കാം. കുറച്ച് എടുത്തിട്ട് അട പോലെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അട നമ്മൾ വാഴയിലയിൽ പരത്തി ഇനി നമ്മൾ അത് വെക്കുക കേട്ടോ. ആവി കയറാൻ വേണ്ടിയിട്ട് വാഴയില വെച്ച് കൊടുക്കാം. അതിലിരുന്നൊന്ന് ആവി കയറട്ടല്ല, ഓൾറെഡി വെന്തതാണ് എങ്കിലും ഒന്ന് ആവി കയറട്ട. അങ്ങനെ നമ്മുടെ സേമിയ അട റെഡി ആയിട്ടോ.
ദേ ആവിയിൽ വേവിച്ചെടുത്തു. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ എങ്ങനെ ഇരിക്കണേന്ന് കാണാം. കണ്ട, ഇനി എല്ലാവരും പോയിട്ട് സേമിയ അട ഉണ്ടാക്കിക്കോ. ഒന്ന് എന്നിട്ട് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കേ.